സെപ്റ്റംബർ 29 പ്രധാന മാലാഖമാരായ വിശുദ്ധ മിഖായേൽ, വിശുദ്ധ ഗബ്രിയേൽ, വിശുദ്ധ റഫായേൽ. ദൈവത്തിൻ്റെ അശരീരികളായ സന്ദേശവാഹകരാണ് മാലാഖമാർ. മനുഷ്യ സൃഷ്ടിക്ക് മുൻപ് തന്നെ മാലാഖമാരെ സൃഷ്ടിച്ചുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വ്യക്തമാണ്. മനുഷ്യരുടെ മുഖച്ഛായ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ മാലാഖമാർക്ക് ശക്തി വ്യത്യസ്തമാണ്. അവരുടെ ശക്തി അനുസരിച്ച് 3 വൃന്ദങ്ങൾ ഉൾപ്പെടുന്ന 3 ഹൈറാർക്കികൾ ഉള്ളതായി പാരമ്പര്യമുണ്ട്. പരിപൂർണതയുടെ ക്രമത്തിൽ അവരെ ഇങ്ങനെ തിരിക്കാം. 1-ാം ഗണം സ്രാപ്പേന്മാർ അഥവാ സെറാഫുകൾ, കെരൂബുകൾ, സിംഹാസനങ്ങൾ. 2-ാം ഗണം ഭക്തിജ്വാലകന്മാർ, ശക്തികൾ, ബലവത്തുകൾ. 3-ാം ഗണം പ്രധാനികൾ, റേശു മാലാഖമാർ, മാലാഖമാർ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആകെ 3 റേശു മാലാഖമാരുടെ പേരുകൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അവരുടെ 3 പേരുടെയും തിരുനാൾ ആധുനിക കലണ്ടർ അനുസരിച്ച് സെപ്റ്റംബർ 29-ാം തീയതിയാണ്. 493 അപ്പൂലിയായിൽ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാൾ കൊണ്ടാടിയിരുന്നതായി രേഖകളുണ്ട്. റോമായിലെ വിശുദ്ധ മിഖായേലിൻ്റെ ദൈവാലയത്തിൻ്റെ പ്രതിഷ്ഠ 610-ാം വർഷം സെപ്റ്റംബർ 29-ാം തീയതിയായിരുന്നു. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ ലൂസിഫർ പ്രഭൃതികളെ മിഖായേലും സഹദൂതന്മാരും കൂടി തോൽപ്പിച്ചുവെന്ന് കാണുന്നുണ്ട്. അതിനാൽ മിഖായേൽ മാലാഖ സഭാ സംരക്ഷകനാണ്. ഗ്രീക്ക് പിതാക്കന്മാർ മിഖായേലിനെ റേശു മാലാഖമാരുടെ വൃന്ദത്തിലല്ല ചേർക്കുന്നത്, പ്രത്യുത സ്രാപ്പേം മാലാഖമാരുടെ തലവനായിട്ടാണ്. ദാനിയേലിൻ്റെ പുസ്തകം 10-ഉം 12-ഉം അധ്യായങ്ങളിലും യൂദായുടെ ലേഖനത്തിലും മിഖായേൽ മാലാഖ അനുസ്മരിക്കപ്പെടുന്നു. പൈശാചിക ആക്രമണങ്ങളിൽ മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന എത്രയും ഫലവത്താണ്. മീ-കാ-യേൽ, ദൈവത്തെപ്പോലെ ആരുണ്ട് എന്നാണ് ലൂസിഫർ പ്രഭൃതികളുടെ വിപ്ലവത്തിൽ ഈ മാലാഖ വിളിച്ചു ചോദിച്ചത്. അതുതന്നെ മാലാഖയുടെ നാമധേയമായി മിഖായേൽ. ദൈവത്തിൻ്റെ ശക്തൻ എന്നാണ് ഗബ്രിയേൽ എന്ന പദത്തിൻ്റെ വാച്യാർത്ഥം. അദ്ദേഹത്തിൻ്റെ പേര് വിശുദ്ധ ഗ്രന്ഥത്തിൽ 4 പ്രാവശ്യം കാണുന്നു. അലക്സാണ്ടർ ചക്രവർത്തി പേർഷ്യൻ സാമ്രാജ്യത്തെ ആക്രമിച്ച് നശിപ്പിച്ചതും ചക്രവർത്തിയുടെ മരണശേഷം സൈനികർ ഭാഗിച്ചെടുക്കുന്നതും ഗബ്രിയേൽ ദാനിയേൽ പ്രവാചകന് വിവരിച്ചു കൊടുക്കുന്നു. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിൽ ഇവ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രക്ഷകൻ്റെ ജനനകാലം അതേ പ്രവാചകനെ അറിയിക്കുന്നു. ദാനിയേൽ പുസ്തകം 9-ാം അധ്യായത്തിൽ. സ്നാപകൻ്റെ ജനനം സക്കറിയാസിനെയും രക്ഷകൻ്റെ അവതാരം മറിയത്തെയും മുൻകൂട്ടി അറിയിക്കുന്നു. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്ക് വായിച്ചറിയാം. യഹൂദന്മാർ ഗബ്രിയേലിനെ വിധിയുടെ മാലാഖയായി അനുസ്മരിക്കുന്നു. മിഖായേൽ കഴിഞ്ഞാൽ അവരുടെ ദൃഷ്ടിയിൽ 1-ാം സ്ഥാനം ഗബ്രിയേലിനാണ്. ക്രിസ്തീയ പാരമ്പര്യമനുസരിച്ച് വിശുദ്ധ യൗസേപ്പിൻ്റെ സംശയങ്ങൾക്ക് നിവാരണം നൽകിയതും ഗത്സമനിൽ കർത്താവിനെ ആശ്വസിപ്പിച്ചതും ഈ മാലാഖയാണ്. തപാലുദ്യോഗസ്ഥന്മാരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ഗബ്രിയേൽ. ദൈവം സുഖപ്പെടുത്തി എന്നാണ് റഫായേൽ സംജ്ഞയുടെ വാച്യാർത്ഥം. ഗബായേലിന് തോബിത്ത് കടം കൊടുത്തിരുന്ന സംഖ്യ വാങ്ങിക്കാൻ മകൻ തോബിയാസിനെ അയച്ചപ്പോൾ സഹയാത്രികനായി ദൈവം അയച്ചു കൊടുത്ത മാലാഖ റഫായേലാണ്. അദ്ദേഹം തന്നെ ഇങ്ങനെ അനുസ്മരിക്കുകയുണ്ടായി: കർത്താവിന് മുമ്പിൽ നിൽക്കുന്ന 7 മാലാഖമാരിൽ ഒരാളായ റഫായേലാണ് ഞാൻ. തോബിത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 15-ാം വാക്യം. വെളിപാടിൻ്റെ പുസ്തകം 8-ാം അധ്യായം ചേർത്ത് വായിക്കുമ്പോൾ ഈ 7 പേരിൽ റേശു മാലാഖമാർ 3 പേരും ഉൾപ്പെടുന്നുണ്ടെന്ന് കാണാം. അതിനാൽ റഫായേൽ റേശു മാലാഖ മാത്രമല്ല, സ്രാപ്പയാണ്. ബെത്സേദയിലെ കുളത്തിൽ ഇടയ്ക്കിടയ്ക്കിറങ്ങി രോഗികളെ സുഖപ്പെടുത്തിയിരുന്നത് റഫായേലാണെന്നാണ് പാരമ്പര്യം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യം. വചനം 1 തിമോത്തിയോസ് 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ. അതുപോലെ തന്നെ സ്ത്രീകൾ വിനയത്തോടും വിവേകത്തോടും കൂടെ ഉചിതമായ വിധം വസ്ത്രധാരണം ചെയ്ത് നടക്കണമെന്ന് ഞാൻ ഉപദേശിക്കുന്നു. പിന്നിയ മുടിയോ സ്വർണമോ രത്നങ്ങളോ വിലയേറിയ ഉടയാടകളോ അണിഞ്ഞ്
തങ്ങളെ തന്നെ അലങ്കരിക്കരുത്. ദൈവഭയം കൊണ്ട് അവർ സമലംകൃതരായിരിക്കട്ടെ. വിചിന്തനം. വിശുദ്ധ ബെർണാർദിൻ്റെ വാക്കുകൾ. പരിശുദ്ധ മാലാഖമാർ നിങ്ങളുടെ മിത്രങ്ങളായിരിക്കട്ടെ. നിങ്ങളെത്ര ദുർബലരും ദുഃഖിതരുമാണെങ്കിലും, എത്ര മഹാവിപത്തുകളാണ് നമ്മളെ വലയം ചെയ്യുന്നതെങ്കിലും, ഇദൃശ്യ രക്ഷാകർത്താക്കളുടെ സംരക്ഷണയിൽ നമ്മൾ ഒട്ടും ഭയപ്പെടേണ്ടതില്ല.